ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിടിലൻ സ്നാക്കാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെയധികം ടേസ്റ്റോട് കൂടിയും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നോമ്പ് തുറക്കുന്ന സമയത്തായാലും അതുപോലെ തന്നെ അതിലുപരിയായിട്ട് നമ്മൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ക്യാരറ്റിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകുന്നത് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റൊക്കെ നല്ല രീതിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു കഷ്ണം നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല രീതിയിൽ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യൊക്കെ നന്നായി ഉരുകി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടിത് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ വെന്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 3 മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇവിടെ. അതൊന്ന് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ബീറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ബീറ്റർ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ സ്പീഡിൽ വെച്ച് തന്നെ ഒന്ന് കറക്കിയെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ട ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നത് വരെ ഒന്നാമത്തെ സ്പീഡിൽ തന്നെ വെച്ച് കറക്കിയെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ മുട്ട കലങ്ങിയതിന് ശേഷം നമ്മൾ ഓരോ സ്പീഡ് കൂട്ടി കൊണ്ടുവരാം. അപ്പോഴേ നമ്മൾ കേക്കിനൊക്കെ നല്ലൊരു സോഫ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഓരോ സ്പീഡ് കൂട്ടി വരുന്നുണ്ട്. ലാസ്റ്റ് ഫുൾ സ്പീഡ് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതാ നല്ല രീതിയിൽ ഇവിടെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫുൾ സ്പീഡ് വെച്ച് മുട്ട നന്നായി ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്നത് വരെ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 5 ടേബിൾ സ്പൂൺ തന്നെ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ബീറ്റർ ഓൺ ആക്കാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മളിങ്ങനെ ഓണാക്കി ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊടികളൊക്കെ ഒന്ന് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബീറ്റർ ഓണാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഫുൾ സ്പീഡ് വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യാം. കുറച്ച് നേരം ബീറ്റ് ചെയ്താൽ മതിയാവും. മൈദ ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതവിടെ മൈദ ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വാനില എസൻസ് വീട്ടിലില്ലെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം മാത്രം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി പകുതി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലുള്ളൊരു പാത്രം എടുത്തിട്ട് പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ നനവൊന്നും പറ്റില്ല. അപ്പോൾ ഇതിന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ചൊന്ന് മൈദയും ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആ ബാറ്ററി ഒന്ന് ഒഴിച്ചെടുത്ത് ഒന്ന്
ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കിയതിന് ശേഷം ബാക്കിയുള്ള ക്യാരറ്റും കൂടെ ഇതിൻ്റെ മേൽഭാഗത്തേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം ഈ പാത്രം ഒന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണം തീ വെക്കേണ്ടത് കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു കൊള്ളിയോ അല്ലെങ്കിൽ ഒരു പപ്പടക്കുത്തിയൊക്കെ വെച്ചിട്ട് നമ്മളിതൊന്ന് വേവ് നോക്കാം. അപ്പോൾ നമ്മളെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു പാത്രത്തിലേക്ക് തണുത്തതിന് ശേഷം ഇത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.